എല്ലാ ദിവസവും 12 മണിക്ക് മാത്രമേ ഈ ഒരു കപ്പിൾസിനെ പരസ്പരം കാണാൻ സാധിക്കൂ. പക്ഷേ ആ സമയം അവർ സംസാരിക്കുകയോ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയോ ചെയ്യാൻ സാധിക്കാതെ അവരിപ്പോൾ വളരെ സങ്കടത്തോടെ പരസ്പരം നോക്കി നിൽക്കുകയാണ്. ഈ സമയം അവർക്ക് തിരിച്ചു പോകാനുള്ള സിഗ്നൽ വന്നതും പതിയെ ഇപ്പോൾ പിന്നിലേക്ക് പോകുന്നത് കണ്ട് പയ്യനാണെങ്കിൽ ഒരു അയം ചെയിൻ എടുത്ത് അത് പെട്ടെന്ന് ഇപ്പോൾ ആ പെൺകുട്ടിയുടെ നേരെ എറിയുന്നു. പക്ഷേ അവരെത്ര ശ്രമിച്ചിട്ടും ആ ഒരു ചെയിൻ ഇപ്പോൾ പൊട്ടിപ്പോവുകയാണ്. അങ്ങനെ വേറെ വഴിയില്ലാതെ അവർ രണ്ടുപേരും രണ്ടു വഴിക്ക് ഇപ്പോൾ തിരിച്ചു പോകുന്നു. എന്നാൽ ഒരു ദിവസം ഒരു തവണയല്ലാതെ അവന് വേണ്ടപ്പോഴെല്ലാം അവന്റെ ഭാര്യയെ കാണാൻ വേണ്ടി അവനിപ്പോൾ വളരെ ദേഷ്യത്തോടെ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു വഴി കണ്ടെത്തിയവൻ അത് ഒരു പേപ്പറിൽ എഴുതി പെട്ടെന്ന് അവന്റെ ഭാര്യക്ക് അയച്ചു കൊടുക്കുന്നു. അതിലെ അവന്റെ ഐഡിയ മനസ്സിലാക്കിയ ഒരു പെൺകുട്ടിയാണ് അവനെ സഹായിക്കാൻ വേണ്ടി അവളുടെ ഹാർട്ട് പറിച്ചെടുത്തതും തൊട്ടടുത്ത നിമിഷം അവൾ ഇപ്പോൾ നിശ്ചലമാവുകയാണ്. എന്നിരുന്നാലും അവർ എനർജി സ്റ്റോൺ ആണെങ്കിൽ അവൾ ആഗ്രഹിച്ചതുപോലെ ഇപ്പോൾ ആ പയ്യന്റെ മുന്നിലേക്ക് എത്തുന്നു. അങ്ങനെ തൊട്ടപ്പുറം അവന്റെ ഭാര്യ ആണെങ്കിൽ അനങ്ങാതെ നിൽക്കുന്നത് കണ്ട് അവന്റെ തീരുമാനത്തിൽ ചെറിയ സംശയം തോന്നിയെങ്കിലും ആ ഒരു എനർജി സ്റ്റോൺ അതിന്റെ സ്ഥലത്ത് കൃത്യമായി അവൻ വെച്ചുകൊണ്ട് അവന്റെ കാലുകൾ ഇപ്പോൾ അവിടെ നിന്നും ഫ്രീ ആവുകയാണ്. പക്ഷേ അവൻ മുന്നോട്ട് പോകുന്ന വഴി മുഴുവനും അവന്റെ ജീവൻ കളയാൻ പാകത്തിന് വളരെ അപകടം പിടിച്ചതായിരുന്നെങ്കിലും തന്റെ ഭാര്യയും കൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടാൻ വളരെ കഷ്ടപ്പെട്ട് അവൻ ഇപ്പോൾ അതെല്ലാം മറികടക്കാൻ ആരംഭിച്ചു. ശേഷം അധികം വൈകാതെ ഇപ്പോൾ 12 മണിയായി അവന്റെ ഭാര്യയുടെ അനങ്ങാത്ത ശരീരം ഇപ്പോൾ പഴയതുപോലെ പുറത്തേക്ക് വരികയാണ്. ഇത് കണ്ടതും തൊട്ടടുത്ത നിമിഷം അവിടെയുള്ള ഒരു പക്ഷിയുടെ പുറത്ത് കയറി പയ്യൻ ഇപ്പോൾ പെട്ടെന്ന് അവന്റെ ഭാര്യക്ക് അവളുടെ ഹാർട്ട് തിരിച്ചു കൊടുക്കുന്നു. ശേഷം അവർ സ്നേഹത്തോടെ ഇപ്പോൾ കെട്ടിപ്പിടിച്ച് പക്ഷിയുടെ പുറത്ത് കയറി വളരെ സന്തോഷത്തോടെ ആ ലോകത്ത് നിന്നും രക്ഷപ്പെടുകയാണ്.